രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനത്തിൽ കയറ്റിയിരിക്കുന്നു. AR ക്യാമ്പിനകത്ത് നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നു. വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോവുകയാണ്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കാണ് നമ്മൾ മനസ്സിലാക്കുന്നു. ലിജോ ഉണ്ടോ? ലിജോ കേൾക്കാമോ? ലിജോ പറയൂ. അതായത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്നും വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുടുംബം ഇവിടേക്ക് എത്തുകയും ആ കുടുംബം ഇവിടെ എത്തിയതിന് ശേഷം അവർക്ക് കരുതിയിരുന്ന വസ്ത്രം ഉൾപ്പെടെ കൈമാറിയതിനു ശേഷമാണ് ഇപ്പോൾ ഈ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോകാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. വൈദ്യ പരിശോധന പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ്. അത് പൂർത്തിയായാൽ ഉടൻ തന്നെ തിരികെ മജിസ്ട്രേറ്റിന് മുന്നിലെത്തിക്കും. മജിസ്ട്രേറ്റിന്റെ വീടെന്ന് പറയുന്നതും ഇതിന് സമയം എല്ലാം ഒരു കിലോമീറ്ററിനുള്ളിൽ ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ്. വളരെ വേഗത്തിൽ തന്നെ അവിടേക്കും എത്തിക്കും. നടപടിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള പൂർത്തിയാക്കുമെന്നുള്ളൊരു കാര്യമാണ് അറിയുന്നത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ അതിനുള്ള ക്രമീകരണങ്ങൾ വളരെ നേരത്തെ തന്നെ പോലീസ് സന്നാഹം ഒരുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടേക്ക് വന്ന് ഒരു ഘട്ടത്തിൽ ഇവിടേക്ക് വന്ന് നേരിട്ട് വൈദ്യപരിശോധന നടത്താമെന്ന് പറഞ്ഞെങ്കിലും അത് അന്വേഷണ സംഘം നേരിട്ട് എത്തിക്കാമെന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നേരിട്ട് തന്നെ അവിടേക്ക് കൊണ്ടുപോകുകയും ചെയ്തിരിക്കുന്നത്. വളരെ അടുത്താണ് പത്തനംതിട്ട ജനറൽ ആശുപത്രി എന്ന് പറയുന്നത്. അവിടെ എത്തിച്ച് ആ വൈദ്യപരിശോധന ഉൾപ്പെടെ പൂർത്തിയാകും. അതിനെ അനുഗമിച്ചുകൊണ്ട് കുടുംബം ഉൾപ്പെടെ, അതായത് നേരത്തെ വന്നിരുന്ന ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളും അതിനെ അനുഗമിച്ചുകൊണ്ട് ഒരുപക്ഷെ അവിടേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ ബന്ധുക്കളാണ് നേരത്തെ വരികയും രാഹുലിന്റെ വസ്ത്രം ഉൾപ്പെടെയുള്ള കൈമാറുകയും ചെയ്തത്. നേരത്തെ അറസ്റ്റിലായ സമയത്തുണ്ടായിരുന്ന വസ്ത്രമല്ല, അത് മാറി അതിന് പകരം ഇപ്പോൾ മറ്റൊരു വസ്ത്രം ധരിച്ച് അവർ കരുതിയിരുന്ന മുണ്ട് ഉൾപ്പെടെയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും ആശുപത്രിയിലേക്ക് പോയിരിക്കുന്നത്. ആശുപത്രിയിൽ പോയതിനു ശേഷം നേരെ മജിസ്ട്രേറ്റ് മുന്നിലായിരിക്കും ഹാജരാക്കുക. സ്വാഭാവിക നടപടിക്രമം എന്നോണം റിമാൻഡിലേക്ക് തന്നെ രാഹുൽ പോകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ആശുപത്രി അടുത്ത് തന്നെയാണ്, മജിസ്ട്രേറ്റും അടുത്ത് തന്നെയാണ്. 1 കിലോമീറ്ററിന് ചുറ്റളവിൽ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നടപടിക്രമങ്ങളെല്ലാം വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയും അല്ലേ ലിജോ? വളരെ വേഗത്തിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അതിനുശേഷം ഇവിടെ നിന്നും വളരെ വേഗത്തിൽ തന്നെ ഏത് ജയിലിലേക്കാണ് എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇനി അറിയാനുള്ളത്. അത്തരത്തിലുള്ള നടപടികൾ എന്തായാലും പൂർത്തിയാക്കുന്നു. ആശുപത്രിയിൽ പൂർണ്ണ സജ്ജീകരണം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഇന്റിമേഷൻ കൊടുത്തു. രാഹുലിന്റെ അഭിഭാഷകർ ആരെങ്കിലും അവിടെ എത്തിയിരുന്നോ? രാഹുലിന്റെ അഭിഭാഷകരുമായി ബന്ധപ്പെട്ട ആരെയും ഇവിടെ കാണാൻ കഴിഞ്ഞില്ല. ആകെ രാഹുലുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിരുന്നത് ആ കുടുംബം മാത്രമായിരുന്നു. ആ കുടുംബവും ബന്ധുക്കളുമായിപ്പെട്ട 2 പേരായിരുന്നു. അവർ നേരത്തെ പോലീസ് അറിയിച്ചതിനെ തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി അറിയിച്ച് മറ്റ് വസ്ത്രമൊക്കെ മാറുന്നതിന് വേണ്ടി എത്തിക്കാനുള്ള ഒരു അറിയിപ്പ് നൽകിയതിനെ തുടർന്ന് അവരവിടെ എത്തുകയും അവരും ഇപ്പോൾ മടങ്ങിപ്പോയിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ ഈ മജിസ്ട്രേറ്റിന് മുന്നിലേക്കായിരിക്കും ഈ അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവർ എത്തുക. അവിടേക്ക് നീങ്ങിയാൽ മാത്രമായിരിക്കും തുടർ വിവരങ്ങൾ നൽകാൻ കഴിയുക. സൈഫുദ്ദീൻ. എന്തായാലും AR ക്യാമ്പിന് പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോയിരിക്കുന്നു. മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട്. ഒപ്പം വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. എല്ലാം ഇനിയുള്ള നടപടിക്രമങ്ങളിൽ ഒന്നാണ്. അപ്പോൾ എല്ലാം വളരെ അടുത്ത് തന്നെയാണ്. AR ക്യാമ്പിന് തൊട്ടടുത്ത് 1-2 കിലോമീറ്റർ പരിധിയിൽ ചുറ്റളവിലാണ് മജിസ്ട്രേറ്റും ഒപ്പം ജില്ലാ ആശുപത്രിയും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് നടപടിക്രമങ്ങളെല്ലാം വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പോലീസിനകം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് നമ്മൾ നോക്കുന്നത്. സാധ്യത കൂടുതൽ റിമാൻഡ് ചെയ്യാൻ തന്നെയാണ്. അതനുസരിച്ച് ഇന്ന് ജയിലിലേക്ക് മാറ്റും. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയേക്കുമെന്ന സൂചനകളുണ്ട്. അതെന്തിനാണ് എന്നതുകൂടി നമുക്ക് അതിനകത്ത് വ്യക്തത വരണം. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ, അതായത് റിമാൻഡിലാക്കിയതിനു ശേഷം തിരുവനന്തപുരം പൂജപ്പുര ജയിലിലേക്കാണോ കൊണ്ടുപോവുക എന്ന ഒരു സൂചന നേരത്തെ പറഞ്ഞിരുന്നു. അക്കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ നിലവിൽ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഏറെക്കുറെ രാവിലെ 6 മണിയോടുകൂടിയാണ് അദ്ദേഹത്തെ ഈ AR ക്യാമ്പിലേക്ക് എത്തിച്ചത്. വിശദമായ ചോദ്യം ചെയ്യലിലേക്കാണ് പിന്നീട് AIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം കടന്നത്. പക്ഷെ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അന്വേഷണ സംഘത്തോട് പൂർണ്ണാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിച്ചിട്ടില്ല. ഇനിയിപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പരാതിക്കാരി നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി എടുത്തതിനു ശേഷം ഇപ്പോൾ അവിടെ ചില പ്രതിഷേധങ്ങൾ കൂടി നടക്കുന്നുണ്ടെന്ന്